सद्गुरुनाथ महाराज की जय. ഭഗവത്ഗീത 18 യോഗത്തിൽ ആദ്യത്തെ യോഗമാണ് അർജുന വിഷാദ യോഗം. അതുപോലെ ഇവിടെയും ദ്വാരകയിൽ യാദവന്മാർക്ക് ശാപം വന്നു എന്നാണ് ആദ്യത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ ശാപം ബാധിച്ചിട്ടില്ല എന്നാണ് വർണ്ണിക്കുന്നു. ഗോവിന്ദ ഭുജഗുപ്തായ, ഭഗവാൻ തൻ്റെ കൈകൊണ്ട് രക്ഷിച്ച ദ്വാരകയിൽ നാരദൻ വന്നു. നാരദൻ വന്നപ്പോൾ നാരദനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, വസുദേവൻ ഭാഗവത ധർമ്മം പറഞ്ഞു തരണേ. അപ്പോഴാണ് നാരായണൻ്റെ ഓർമ്മ വന്നു നാരദനൊക്കെ പോലും. സാധാരണ നാരായണ നാമം ജപിക്കുന്ന ആളാണ് നാരദൻ. ഒരു സീരിയലിൽ പോലും സിനിമയിൽ പോലും നാരദൻ പറഞ്ഞാൽ ഒരു കുടുമി ഒരു വീണ് നാരായണ നാരായണ പറഞ്ഞു പോകും. അതാണ് നാരദൻ്റെ വേഷം. ഇവിടെ നാരദൻ പറയുന്നു, സ്മാരിതോ ഭഗവാനത്യ ദേവോ നാരായണോ. കുറച്ചു കാലമായി ഞാൻ നാരായണനെ മറന്നു. എന്താ കാരണം? കൃഷ്ണാവതാരമായ ശേഷം എപ്പോഴും കൃഷ്ണനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. 4 കൈ നാരായണനെ മറന്നു. ഓടക്കുള്ളിൽ കൃഷ്ണനെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭാഗവത ധർമ്മം പറഞ്ഞപ്പോൾ ആ നാരായണൻ്റെ ഓർമ്മ വന്നു. ആ ഭഗവാൻ ഋഷഭാവതാരത്തിൽ 100 കുട്ടികൾ അവർക്ക് ഉണ്ടായി. അതിൽ 9 പേർ മഹായോഗികളാണ്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപ്ലായനൻ, ആവിർഹോത്രൻ, ദുമിലൻ, സമസൻ, കരഭാജനൻ, 9 പേർ. ഈ 9 പേരും ഒവ്വൊരു വിഷയങ്ങളിൽ അവിടെ ഉപദേശം കൊടുത്തു. ജനക മഹാരാജാവിനെ എന്നാണ് പറയുന്നു, ഭഗവത് ധർമ്മ തദ്ഭക്ത മായ തത്തരണാണിച്ച് ബ്രഹ്മ കർമ്മ അവതാരേഹ ഭക്തപ്രാപ്യ യുഗക്രമാണ് ജ്ഞാതും ക്രമേണ കൃതവാൻ നവപ്രശ്നാൻ എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നു ശ്രീധരസ്വാമികൾ. നിമിർനവ ഏകൈകസ്തോത്തരം പ്രോചുഹു കവിമുഖ്യ ഈശ്വരാഹ. ആദ്യം ഭഗവത് ധർമ്മം പറയുന്നത് എന്ത് കർമ്മം ചെയ്താലും നാരായണായേതി സമർപ്പയാമി. അതാണ് ഭഗവാനൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ചിത്തശുദ്ധി, അതുകൊണ്ട് ജ്ഞാനം നേടും. പിന്നെ തദ്ഭക്തൻ, ഹരി എന്ന പേരുടെ യോഗീശ്വരൻ ഭക്തന്മാരുടെ ഗുണങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു. പിന്നെ മായയെക്കുറിച്ച് വർണ്ണിക്കുന്നു. അന്തരീക്ഷൻ എന്ന പേരുള്ള മഹാത്മാ. മായ പറയുന്നത് എന്താണ്? ഈ ലോകത്തിന് സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നതാണ് മായ. സാക്ഷിയായിരിക്കുന്നതാണ് ഭഗവാൻ. ആ ഭഗവാനിൽ നിന്നും ശക്തി മേടിച്ചിട്ടാണ് ഈ മായ ചെയ്യുന്നു എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. പിന്നെ മായയെ തരണം ചെയ്യാൻ ഗുരുനാഥനെ ആശ്രയിക്കണം എന്നാണ് അവിടെ ഉപദേശിക്കുന്നു. തരണാണിച്ച് പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ. പിന്നെ ബ്രഹ്മത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. പിപ്പലായനൻ, നമ്മൾ ഉറങ്ങിയാലും നമ്മുടെ ഓർമ്മശക്തി എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നു? അത് വലിയ അത്ഭുതം തന്നെയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ എല്ലാം മറക്കുന്നു. നമ്മുടെ ജാതി മതഭേദം എല്ലാം മറന്നു, സ്ത്രീയാണോ പുരുഷനാണോ പോലും മറന്നു പോകുന്നു. ഉണരുമ്പോൾ വീണ്ടും അത് ഓർമ്മ തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ. ഇത് വലിയ അത്ഭുതമാണ്. പിന്നെ എല്ലാവരുടെ ഉറക്കവും ഒരേ സ്ഥലത്തിലാണ്, ഒരേ ആത്മാവിലാണ് ലയിക്കുന്നു. ചിലപ്പോൾ ഉണരുന്ന ആൾക്ക് ഏതാണ് ഓർമ്മശക്തി അത് തന്നെ തിരിച്ചു കിട്ടുന്നു. മാറിപ്പോയാലോ എൻ്റെ ഓർമ്മശക്തി വേറെ ആൾക്ക് പോയി അവൻ്റെ ഓർമ്മശക്തി എനിക്ക് വന്നാലോ പിന്നെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആ ബ്രഹ്മത്തിലാണ് എല്ലാം ലയിച്ച് വരുന്നു. ബ്രഹ്മത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. പിന്നെ കർമ്മങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു. കർമ്മങ്ങൾ 3 വിധത്തിലാണ്: വികർമ്മ, അകർമ്മ, സുകർമ്മ. കർമ്മ പറഞ്ഞാൽ ഭഗവാൻ എന്തൊക്കെ ചെയ്യണം പറഞ്ഞുവോ അത് കർമ്മ. വികർമ്മ പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടോ. ഇപ്പം സത്യം വദ, ധർമ്മം ചര. സത്യം പറയണം പറഞ്ഞാൽ നുണ പറയാൻ പാടില്ല. ഇപ്പം വികർമ്മ പറയുന്നത് എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതോ അതൊക്കെ വികർമ്മ, എന്തൊക്കെ ചെയ്യണം പറഞ്ഞോ അതൊക്കെ സുകർമ്മ. പിന്നെ അകർമ്മ പറഞ്ഞാൽ കർമ്മമില്ലാതെ നിലയിൽ എത്തിച്ചേരണം, അതാണ് അകർമ്മ, സന്യാസി ധർമ്മം. പിന്നെ അവതാരേഖ, ഭഗവാന്റെ അവതാര ലീലകൾ വർണ്ണിക്കുന്നു. ദ്രുവിലൻ ഭക്തപ്രാപ്യ യുഗപ്രമാണ്. ഭഗവാൻ ഭക്തനെ കൊണ്ട് മാത്രമേ പ്രാപിക്കുള്ളൂ. ബാക്കി വേറെ കർമ്മം കേവല കർമ്മനിഷ്ഠകളെ കൊണ്ട് പ്രാപിക്കാൻ പറ്റില്ല എന്തൊക്കെ ഉപദേശിക്കുന്നു. പിന്നെ ഓരോരോ യുഗത്തിൽ എന്തൊക്കെ ധർമ്മം പറഞ്ഞ് അവസാനം കലിയുഗത്തിൽ നാമകീർത്തനമാണ് പ്രധാനം എന്ന് 9 യോഗീശ്വരന്മാർ രാജാവിനെ ഉപദേശിച്ച കഥ ഇവിടെ വർണ്ണിക്കുന്നു.
ഇതൊക്കെ ഉപദേശങ്ങളൊക്കെ വിസ്തരിച്ച് പറയണമെങ്കിൽ ഒരു ആഴ്ച വേണ്ടി വരും. എൻ്റെ ഗുരുനാഥൻ 10 ദിവസം പറഞ്ഞിട്ടും അത് അവസാനിച്ചിട്ടില്ല. അതിനുശേഷം ദേവന്മാർക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ അവതാര കാര്യം കഴിഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ഭഗവാൻ പുറപ്പെടാൻ തയ്യാറായി. എല്ലാ യാദവന്മാരെയും പ്രവാസ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിട്ടു. നമുക്ക് ബ്രാഹ്മണ ശാപം കിട്ടിയിട്ടുണ്ട്, അതിന് തരണം ചെയ്യണമെങ്കിൽ ബ്രാഹ്മണന്മാർക്ക് ദാനമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാവരെയും ദ്വാരകയിൽ നിന്നും പ്രവാസ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോഴാണ് ഉദ്ധവൻ ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു, എന്നെയും കൂടെ കൊണ്ടുപോകണേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒന്നും ഞാനിവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ നീ ഉണ്ടാവണം, അപ്പോൾ ഈ ലോകത്തിൽ ധർമ്മം നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് ഉദ്ധവനെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് ഉദ്ധവനക്ക് ദത്താത്രേയൻ ചെയ്ത ഉപദേശങ്ങളെ ഇവിടെ ഉപദേശിക്കുന്നു ഭഗവാൻ. ദത്താത്രേയൻ യദുമഹാരാജാവിനെ ചെയ്ത ഉപദേശമാണ്, 24 ഗുരുക്കളുടെ ഉപദേശമാണ്. അതൊക്കെ വിസ്തരിച്ച് പറയാനുള്ള സമയമില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ നമ്മൾ കാണുന്നുവോ അതിൽ നിന്നും പഠിക്കാനുണ്ട്. ചെറിയ കുട്ടികളെ കണ്ട് നമുക്ക് പഠിക്കാം, അതുപോലെ പക്ഷികളെ കണ്ട് പഠിക്കാം, ഭൂമിയെ കണ്ട് പഠിക്കാം, നായയെ കണ്ട് പഠിക്കാം. നായയ്ക്ക് കുറച്ച് ഭക്ഷണം കൊടുത്താൽ മതി, നന്ദിയോടെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കും. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇങ്ങനെ ഓരോരോ ജീവികളിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ കാക്കയെ കണ്ട് പഠിക്കണം. ആദ്യം കുറച്ച് കാക്കയ്ക്ക് ചോറ് ഇട്ടാൽ അത് ഒറ്റയ്ക്ക് കഴിക്കാറില്ല, കാ വിളിക്കും, 2 കാക്കയെ കൂടെ വിളിക്കും. അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ പാടില്ല, കൂടെ ഒരാൾ കൂടി വേണം. ഇങ്ങനെയൊക്കെ ഉപദേശങ്ങളാണ് ഇവിടെ ഉപദേശിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടില്ല, 24 ഗുരുക്കളിൽ ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ഭക്തന്മാർക്ക് എവിടെ നോക്കിയാലും അവിടെ നിന്നും ഓരോരോ പഠിക്കാനുള്ള കാരണമുണ്ട് ആണ് അവിടെ വർണ്ണിക്കുന്നു. ഗുരുഭക്തനുക്ക് എല്ലാ ദിക്കിൽ നിന്നും ഗുരുനാഥൻ ഉപദേശം ചെയ്യും എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നു. അതിനുശേഷം സത്സംഗ മഹാത്മ്യം ഉപദേശിച്ചു. സത്സംഗം കൊണ്ടാണ് ഗോപികമാർക്ക് എന്നെ പ്രാപിച്ചു. ഗോപികമാരും അസുരന്മാരും ഈ ലോകത്തിൽ സകലരും എന്നെ പ്രാപിച്ചത് സത്സംഗം കൊണ്ടാണ് ഭഗവാൻ വർണ്ണിച്ചു. അതിനുശേഷം ഹംസ ഉപാഖ്യാനം. ഹംസം പറഞ്ഞാൽ പാലും വെള്ളവും ഒരുമിച്ച് വെച്ചാൽ പാല് മാത്രം സ്വീകരിക്കുന്നതാണ് ഹംസപക്ഷിയുടെ ഒരു കഴിവ്. അതുപോലെ ഈ ശരീരത്തിൽ ആത്മാവും നശ്വരമായ ശരീരം ഉണ്ടെങ്കിലും ആ ആത്മാവിനെ മാത്രം നോക്കുന്നവരാണ് ഹംസന്മാർ. ഹന്തി ജീവ സംസാരം ഇതി ഹംസ. അവിടെ സംസാരം ഇല്ലാതാക്കി നമ്മളെ ജ്ഞാനം ഉപദേശിക്കുന്ന ആളാണ് ഹംസ ഭഗവാൻ. ആ ഹംസാവതാരം വർണ്ണിച്ചു. അതിനുശേഷം സിദ്ധികളെക്കുറിച്ച് വർണ്ണിക്കുന്നു. ഈ സിദ്ധികളെക്കാൾ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് വർണ്ണിച്ചു. അതിനുശേഷം ഭഗവാന്റെ വിഭൂതി യോഗങ്ങൾ. ഈ ലോകത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ശക്തിയാണെന്ന് ഓർമ്മിച്ചോളൂ എന്ന് പറയുന്നു. അതിനുശേഷം വർണ്ണാശ്രമധർമ്മങ്ങളെ വർണ്ണിക്കുന്നു. ഓരോരോ പ്രായത്തിൽ ചെയ്യുന്ന ധർമ്മമാണ് ആശ്രമധർമ്മം, ഓരോരോ സ്വഭാവം അനുസരിച്ച് ചെയ്യേണ്ട ധർമ്മമാണ് വർണ്ണധർമ്മം. അങ്ങനെ വർണ്ണാശ്രമധർമ്മങ്ങളെ വർണ്ണിച്ചു. അതിനുശേഷം വീണ്ടും ഭക്തിയോഗത്തെ വർണ്ണിച്ചു. പിന്നെ ഭിക്ഷുഗീതം വർണ്ണിക്കുന്നു. നമ്മുടെ പൈസ 3 വിധത്തിലാണ് ഇരിക്കുന്നത്: ലക്ഷ്മി, മഹാലക്ഷ്മി, അലക്ഷ്മി. ഇങ്ങനെ 3ആയിട്ട് വേദിതിരിച്ചിരിക്കുന്നു. ലക്ഷ്മിയായിട്ട് കിട്ടുന്ന പണം നമ്മുടെ കുടുംബത്തിൽ ചിലവാകും. മഹാലക്ഷ്മിയായി കിട്ടുന്ന പണം ഇതുപോലെ സത്കാര്യങ്ങളിൽ, അന്നദാനത്തിനും സപ്താഹത്തിനും നവീകരണ കളശത്തിനും വേദപാരായണം, ഗോശാലയ്ക്ക്, അങ്ങനെ നല്ല കാര്യത്തിന് ചിലവാകുന്നത് മഹാലക്ഷ്മിയാണ്. പിന്നെ അലക്ഷ്മിയായിട്ട് ചില പൈസ ഉണ്ട്, അത് വെറുതെ മുറുക്കി തുപ്പാനും പുക വലിക്കാനും കുടിക്കാനും ഇങ്ങനെ പോകുന്നതൊക്കെ അലക്ഷ്മിയാണ്. അങ്ങനെ അലക്ഷ്മിയായിട്ട് പോകുന്ന പൈസയെ ലക്ഷ്മിയാക്കണം, ലക്ഷ്മിയായി കിട്ടുന്ന പൈസ മഹാലക്ഷ്മിയാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെ വിപരീതമായിട്ട് എത്രയ്ക്കോ പോകുന്ന പൈസ ഒക്കെ നമ്മൾ വേർതിരിച്ചാൽ എത്ര നല്ല കാര്യം നമുക്ക് ചെയ്യാം, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഉപദേശിക്കുന്നു. അതിനുശേഷം നമ്മുടെ സകല ദുഃഖങ്ങൾക്കും കാരണം മനസ്സാണ്. ആ മനസ്സ് നിയന്ത്രിക്കണം. ആ മനസ്സ് നിയന്ത്രിക്കാൻ എളുപ്പ വഴിയാണ് ഭഗവാന്റെ നാമജപവും ഭഗവാന്റെ ധ്യാനവും. അഹം തരിഷ്യാമി ദുരന്തപാരം തമോ മുകുന്ദാഘ്രിനിഷേവൈവ. അതിനുശേഷം സാഖ്യയോഗവും ഐലഗീതിയും ഉപദേശിച്ചു. അതിനുശേഷം ഭഗവാന്റെ പൂജാവിധി ഇവിടെ ഉപദേശിക്കുന്നു. ഭഗവാന്റെ പൂജാവിധിയിൽ ഷോഡശ പൂജയാണ് പ്രധാനമായിട്ട് പറയാറുണ്ട്. ചതുഷ്ഷഷ്ടി ഉണ്ട്, അതൊക്കെ പ്രധാനം ഷോഡശം: ധ്യാനം, ആവാഹനം, ആസനം, പാദ്യം, അർഘ്യം, ഇങ്ങനെ 16 ഉപചാരം. 16 ഉപചാരം ചെയ്യാൻ പറ്റാത്തവർ പഞ്ചോപചാരം ചെയ്താൽ മതി. ധൂപം, ദീപം, നൈവേദ്യം, താമ്പൂലം, കർപ്പൂരം. അതുകൊണ്ട് നമ്മൾ ചന്ദനത്തിരി, പിന്നെ എണ്ണ, നെയ്യൊക്കെ കൊടുക്കുന്നു.
ഇതാ കാരണം ഇതൊരു പഞ്ചോപചാരത്തിൽ പെട്ടതാണ് ധൂപദീപമൊക്കെ. ഇതിൻ്റെ ഓരോരോ ഉദാഹരണ കഥ പറയാൻ തുടങ്ങിയാൽ അത് കുറച്ച് സമയം എടുക്കും. പക്ഷേ അത് കഥ പറയുന്നില്ലേ. അപ്പോൾ ഒരു ധൂപത്തിന് വേണ്ടി ചന്ദനത്തിരിയോ ദീപത്തിന് വേണ്ടി നെയ്യോ എണ്ണയോ സമർപ്പിച്ചാൽ മതി. നെയ്യ് സമർപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ ക്ഷേമമാണ്. ഹൃദയേന ലോകക്ഷേമസ്യാത്. നെയ്യ് സമർപ്പിച്ചാൽ ലോകക്ഷേമം. നല്ലെണ്ണ ഒഴിച്ചാൽ നമ്മുടെ നാടിൻ്റെ ക്ഷേമം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ക്ഷേമം. പറഞ്ഞത് നന്നായി, ഇനി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചോളാം, അങ്ങനെ പറയരുത്. ലോകത്തിൻ്റെ ക്ഷേമത്തായി നെയ്യ് ഒഴിച്ച് ദീപം കത്തിച്ചാൽ നല്ലതാണ്. പിന്നെ പഞ്ചോപചാരത്തിൽ പ്രധാനമായി കർപ്പൂരം ഇവിടെ വർണ്ണിക്കുന്നു. കർപ്പൂരം ഭഗവാനക്ക് സമർപ്പിച്ചാൽ അശ്വമേധമവാപ്നോതി കുളഞ്ചൈവ സമുദ്രേത്. അശ്വമേധയാഗത്തിൻ്റെ ഫലം കൂടി കിട്ടും എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നു. അങ്ങനെ പൂജാവിധി വർണ്ണിച്ചു. അതിനുശേഷം ഉദ്ധവനക്ക് ഭഗവാൻ പറയുന്നു, എന്നിൽ മാത്രം ഭഗവാനെ കണ്ടിട്ട് കാര്യമില്ലേ, അക്രൂരെ കുറുകെ ചെയ്വ സമത് പണ്ഡിതോമത ശുനു ചെയ്വ സ്വഭാകേശ. കാണുന്ന എല്ലാവരോടും ഭഗവാനെ കണ്ട് തൊഴണം എന്ന് ഉപദേശിച്ചു. പിന്നെ ഉദ്ധവനോട് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സംശയമേ ഇല്ലേ, നിന്നോട് സംസാരിക്കാൻ വേണ്ടി എഴുതിയെങ്കിൽ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് ഭക്തി തരണേ പ്രാർത്ഥിക്കുന്നു. വന്ദേ നന്ദൗരജസ്തീനാം. ഉദ്ധവൻ്റെ ഈ ശ്ലോകമാണ് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്ന ശ്ലോകം ഭക്തി തരണേ പ്രാർത്ഥിക്കുന്ന ശ്ലോകം. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാത്വച്ചരണാം ഭോജേ രതിസ്യാദനപായിനി. ഭഗവാന്റെ പാദത്തിൽ മാറാത്ത ഭക്തിക്ക് തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ പാതുക കൊടുത്ത് ബദരികാശ്രമത്തിലേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം ബലരാമസ്വാമി ധ്യാനത്തിലിരുന്ന് സർപ്പരൂപം സ്വീകരിച്ച് പാതാളത്തിലേക്ക് ചെന്നു. പിന്നെ ഭഗവാൻ പുറപ്പെടാൻ തയ്യാറായപ്പോൾ ബ്രഹ്മാവും സരസ്വതിയും മഹാദേവനും പാർവതിയും ഇന്ദ്രനും ഇന്ദ്രാണിയും എല്ലാവരും എത്തിച്ചേർന്നു. അഥതത്രാഗമത് ബ്രഹ്മ ഭവാന്യാച്ച സമംഭവ. എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിച്ചു, വൈകുണ്ഠത്തിലേക്ക് പോകുന്ന വഴിയിൽ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് കയറണം, ഞങ്ങളുടെ ലോകത്തിൽ ഒന്ന് കയറണം പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ഓരോ ആളും ഒന്നും മിണ്ടിട്ടില്ലേ. എല്ലാവരും നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു ജ്യോതി രൂപം സ്വീകരിച്ചു സ്വന്തം ധാമത്തിലേക്ക് ചെന്നു. അങ്ങനെ പറയുന്നു, യോഗധാരണയാഗ്നേയ അദഗ്ധ്വാധാമാവിസസ്വകം. എവിടെ ചെന്നു ചോദിച്ചപ്പോഴാണ് ഇവിടെ പറയുന്നു സ്വന്തം ധാമം പറയുന്നത് ഭഗവാന്റെ സ്വരൂപമായ ഭാഗവത ഗ്രന്ഥത്തിൽ ലയിച്ചു. ദേവന്മാർക്ക് പ്രത്യേക രൂപമില്ലേ, അവരുടെ മന്ത്രമാണ് രൂപം. ആ മന്ത്രം ഉരുവിടുമ്പോൾ അതിൽ നിന്ന് പ്രത്യക്ഷമാകും. അതുപോലെയാണ് ഭഗവാന്റെ കൃഷ്ണൻ്റെ മന്ത്രരൂപമാണ് ഭാഗവതം. അതുകൊണ്ടാണ് ഭഗവാൻ ഭാഗവതത്തിൽ ലയിച്ചു പറഞ്ഞുകൊണ്ടാണ് ഏകാസ്കന്ധം സമർപ്പിച്ചു. പിന്നെ ദ്വാദശസ്കന്ധത്തിൽ വരാൻ പോകുന്ന രാജാക്കളുടെ കഥകളൊക്കെ പറഞ്ഞ് കലിയുഗത്തിൽ ശുദ്ധമായ സാധനം ഒന്നും കിട്ടാറില്ലേ. പാല് പറഞ്ഞാലും പാക്കറ്റിലേക്ക് കിട്ടില്ലൂ, ചന്ദനം പറഞ്ഞാലും ഒറിജിനൽ ചന്ദനം കിട്ടില്ലേ. കലയിൽ ദോഷനിധിയായ ഈ കളിയിൽ നമുക്ക് രക്ഷ ഒന്നേ ഉള്ളൂ, ആ ഭഗവാന്റെ നാമം എന്ന് വീണ്ടും ഇവിടെ പറയുന്നു. അതിനുശേഷം പരീക്ഷത്തിന് ഉപദേശിക്കുന്നു, പരീക്ഷിത്തെ നീ ജനിച്ചിട്ട് തന്നെ ഇല്ലേ, ജനിച്ച ആൾക്കാണ് മരണം. അപ്പോൾ നമ്മൾക്ക് ജനിച്ചത് പറയുന്നുണ്ടല്ലോ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ, അത് ഈ ശരീരത്തിൻ്റെ ജനനമാണ്, ആത്മാവിൻ്റെ ജനമരണം ഇല്ലേ, നീ ആത്മസ്വരൂപമാണെന്ന് ഉപദേശിച്ച് പുറപ്പെട്ടു ശുകാചാര്യൻ. പിന്നെ ധ്യാനത്തിൽ ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞു പരീക്ഷത്തിൻ്റെ ശരീരത്തിൻ്റെ സംസ്കാരം ചെയ്തു തക്ഷകൻ. അതിനുശേഷം മാർക്കണ്ഡേയ കഥ വർണ്ണിക്കുന്നു. ഈ ലോകം മുഴുവനും നശിച്ചാലും നശിക്കാത്തവർ രണ്ടുപേരേ ഉള്ളൂ, ഭഗവാനെ മനസ്സിലാക്കിയ ഭക്തന്മാരും. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാണം ബാലം മുകുന്ദം മനസാ സ്മരാമി. ആളിലക്കണ്ണനായി സച്ചിദാനന്ദ രൂപനായി പ്രളയജലം സത്ത്, ആളിലെ ചിത്ത്, ആനന്ദം ഭഗവാൻ. അങ്ങനെ സച്ചിദാനന്ദ രൂപനായി ഭഗവാന്റെ ദർശനം മാർക്കണ്ഡേയന് കിട്ടിയ കഥയും മാർക്കണ്ഡേയനക്ക് മഹാദേവൻ പുരാണാചാര്യത്വം കൊടുത്ത കഥയും അതിനുശേഷം സംഗ്രഹാധ്യായം വർണ്ണിച്ച് പിന്നെ നാമകീർത്തന മഹിമയോട് ഭാഗവതം സമർപ്പിക്കുന്നു. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. നമ്മുടെ സകല ദുഃഖങ്ങൾക്കും കാരണം നമ്മൾ ചെയ്തു വെച്ച പാപമാണ്. പാപം നശിച്ചാലേ ദുഃഖം മാറുള്ളൂ. പാപം മാറാൻ ആ ഭഗവാന്റെ നാമം ജപിച്ച് നമസ്കരിച്ചാൽ മതി. ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ എന്ന് പറഞ്ഞ് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ഇവിടെ സമർപ്പിച്ചു.
നമുക്ക് ഈ സപ്താഹം മഹാദേവൻ്റെ സന്നിധിയിൽ അതേപോലെ ഇവിടെ ഹരിശങ്കരനാരായണ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചു. നീ അവതാര രംഗം പാരായണം ചെയ്ത് നമുക്ക് സമർപ്പിക്കാം. നിശീതേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവത്യാം ദേവരൂപിണ്യാം വിഷ്ണുഃ സർവഗുഹാശയഃ ആവിരാസീത് യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലഃ തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭിതൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഘവൈഡൂര്യകിരീടകുണ്ഡലദ്വിഷാ പരിഷ്വക്തസഹസ്രകുന്തലം ഉദ്ദാമകാഞ്ചങ്കദകങ്കണാദിഭിः വിരോചമാനം വസുദേവ ഐക്ഷത. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തത ആരഭ്യ നന്ദസ്യ വ്രജഃ സർവസമൃദ്ധിമാൻ ഹരേർനിവാസാത്മഗുണൈः രമാക്രീഡമഭൂൻ നൃപ.